നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വീണ്ടും നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ജാമിദ ടീച്ചർ എന്തൊക്കെ വലിയ വലിയ ചൊറിച്ചിലുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സുഡാപ്പികളെ ചൊറിയുക എന്നത് തന്നെയാണല്ലോ കൃത്യമായിട്ട് നമ്മുടെ വലിയ ചൊറിച്ചിലിന്റെ ഒരു ലക്ഷ്യം. എന്താ ജാമിദ ടീച്ചർ, ഇപ്പൊ നമുക്കറിയാം, ഈ ഖത്തറിൽ നിന്ന് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ഒരു വാർത്തയായിരുന്നു, 8ഓളം വരുന്ന ഭാരതത്തിന്റെ മുൻ നാവികരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അതും തൂക്കുകയറിൽ നിന്ന് വിധിക്കപ്പെട്ട ശരീഅത്ത് നിയമപ്രകാരം വിധിക്കപ്പെട്ട ആ തൂക്കുമരത്തിൽ നിന്നാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ മുൻ നാവികരെ കൊണ്ടുവന്നത്. എന്നാൽ അതിനു മുൻപും അതിനുശേഷവും ഒക്കെ കുറെ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. ഇവിടെ ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് തന്നെ ഒരുപാട് ആളുകളുടെ കഴുത്ത് വെട്ടിയിരിക്കുന്നു, തല തൂക്കിക്കൊന്നിരിക്കുന്നു, ആ രീതിയിലൊക്കെ വധശിക്ഷ നടപ്പിലാക്കിയത് നമ്മൾ കണ്ടു. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു 5ലധികം ഇന്ത്യക്കാർ പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അവർക്കൊക്കെ കൊടുത്ത് ചാർത്തിയിരിക്കുന്നത് രാജ്യദ്രോഹികൾ എന്നാണ്. സത്യത്തിൽ ഈ അറബ് രാജ്യങ്ങളിൽ മാത്രമാണോ ഈ രാജ്യദ്രോഹികൾ ഉള്ളത്, അതോ ഈ നമ്മുടെ നാട്ടിലുള്ള രാജ്യദ്രോഹികളും അവിടെയുള്ള ശരീഅത്ത് നിയമപ്രകാരം വ്യത്യാസമാണോ ഇവിടുത്തെ ശരീഅത്ത് നിയമപ്രകാരം നിയമം എന്നുള്ളത്? അവിടുത്തെ ശരീഅത്തും ഇവിടുത്തെ ശരീഅത്തും വ്യത്യാസമാണോ? ഇവരുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടുത്തത് വേറെയാണോ ഇവിടുത്തത് വേറെയാണോ? കാരണം നമുക്കറിയാം, രാജ്യദ്രോഹികൾ ഇന്ന് ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന, ഖ്യാതി ഉണ്ടായിരുന്ന, എന്നാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് പറഞ്ഞ ഈ നാട്ടിൽ തന്നെയാണ് എന്നത് നിസ്സംശയം നമുക്ക് പറയാനോ. എന്താണ് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ തൂക്കിക്കൊല്ലുന്നത്? ഈ ഭീകരവാദ കേസ്, തീവ്രവാദ കേസ് എന്നൊക്കെ പറഞ്ഞാല് ഇന്ത്യ പോലെയല്ല, എല്ലാ അറബ് രാജ്യങ്ങൾക്കും അവരുടെ രാജ്യം വളരെ പ്രധാനമാണ്. ആ രാജ്യത്തിന് വിരുദ്ധമായി ഒരു മുദ്രാവാക്യമെങ്കിലും ആരെങ്കിലും മുഴക്കിയാൽ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തിന്റെ ഒക്കെ സുസ്ഥിരത ഇങ്ങനെ തന്നെ പോകുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയില് 7 പൗരന്മാരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. അവര് ഇപ്പൊ ഖത്തറിനെ നമുക്കറിയാം, ഭീകരവാദത്തിനു വേണ്ടി യഥേഷ്ടം പണം ഇവർ വാരിക്കോരി ചെലവാക്കും. പക്ഷെ അവരുടെ രാജ്യത്ത് ഭീകരവാദം അതവർ അനുവദിക്കില്ല. അത് അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇറാനും തുർക്കിയും ഒക്കെ പോലെ. പക്ഷെ ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് കഴിഞ്ഞേ അവർക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുള്ളൂ. മറ്റുള്ളവരെ മുഴുവനും തകർത്താലും ശരി, അവര് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് അവര് വളരെ സുരക്ഷിതമായി സൂക്ഷിക്കും. പ്രത്യേക അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഈ വധശിക്ഷ ശരിവെച്ചു എന്നാണ് വാർത്ത വന്നത്. അതായത് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് രൂപത്തിലുള്ള ഭീകരതയെയും രാജ്യവിരുദ്ധതയെയും മേൽക്കോടതികളും കീഴ്ക്കോടതികളും ഒരേ ലെവലിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൗദി റോയൽ കോർട്ടാണ് അനുമതി ഉത്തരവ് നൽകുന്നത്. അപ്പൊ അതിനപ്പുറം പിന്നീട് ഇവർക്കൊന്നുമില്ല. അതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പിലാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പും വന്നു. പിന്നീട് അവിടെ പ്രചാരണങ്ങളില്ല, പ്രതിഷേധ ധർണകളില്ല, കോടതിയിലേക്ക് മാർച്ച് നടത്തുക, രാജാവിന്റെ കോലം കത്തിക്കുക, അവിടെ നടക്കുമോ ഇതുവല്ലോ? നമ്മുടെ നാട്ടില് ജനാധിപത്യത്തിൽ കിടന്ന് പൊളയ്ക്കുന്ന ആളുകൾക്കാണ് ജനാധിപത്യത്തിന്റെ മാധുര്യം അറിയാത്തത്. ഗൾഫിലൊക്കെ പോയി നിൽക്കുന്ന ആളുകൾക്കറിയാം, ഏതെങ്കിലും രൂപത്തില് ഒരു നിയമത്തിന്റെ കുരുക്കിൽ അവർ അകപ്പെട്ടാൽ പോലും തന്റെ ഇന്നസെൻസ് തെളിയിക്കാൻ പോലും അവർക്ക് റൈറ്റ് ഇല്ല, റോളില്ല. കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളില് പല ഘട്ടങ്ങളിലായി അറസ്റ്റിലായ പ്രതികളാണ് ഈ 7 പേര്. കഴിഞ്ഞ ചൊവ്വാഴ്ച റിയാദിൽ വെച്ചിട്ടാണ് ഇവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് സൗദി. ഈ മാസം ഭീകരവാദ കേസില് സൗദിയില് 2 പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കാൻ തീവ്രവാദ സ്ക്വാഡ് രൂപീകരിച്ച കേസിലാണ് മക്ക പ്രവിശ്യയിൽ 2 സൗദികളുടെ തല വെട്ടിയത്. ആലോചിക്കണം, സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ എന്താ സംഭവിക്കുന്നത്? നരേന്ദ്രമോദിയെയൊക്കെ സംബന്ധിച്ച് എത്ര തെറിവിളികളും കൊലവിളികളും ഭീഷണികളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈനികർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് നമ്മുടെ നാട്ടില്? നമ്മുടെ കേരള പോലീസിനാണെങ്കിൽ സൈനികരെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിലെ കരടാണ് എല്ലാ കാലവും. ഇപ്പോ ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ ഭീകരവാദത്തിനും രാജ്യദ്രോഹവും തുടങ്ങിയ കേസിൽ ആരെങ്കിലും ഉൾപ്പെട്ടാൽ പിന്നീട് അവരെ നോക്കണ്ട. 7 പേർക്കെതിരെ വിധിച്ചിരിക്കുന്ന ശിക്ഷാവിധിയും ഭീകരവാദവും രാജ്യദ്രോഹവും തന്നെയാണ്. ആ 7 പേരുടെയും പേരുകളും അവരുടെ
ആ കുടുംബത്തിന്റെ പേരുകള്, അഡ്രസ്സ് എല്ലാം സൗദി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രതികള് തീവ്രവാദ സംഘങ്ങൾ രൂപീകരിച്ചു. ആലോചിക്കണം, നമ്മുടെ ഇന്ത്യയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. ഭീകരവാദ സംഘടനകൾക്ക് ധനസഹായം നൽകി, അവരുമായി ആശയവിനിമയം നടത്തി. പോപ്പുലർ ഫ്രണ്ടും SDP-യും സൗദി അറേബ്യയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ നാട്ടില് തീവ്രവാദ സംഘടനകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പണം നൽകുന്ന ഈ സംഘടനകൾ രൂപീകരിച്ച ആളുകൾ തന്നെ ഇന്ന് നമ്മുടെ നമ്മുടെ ജനപ്രതിനിധികളായിട്ടൊക്കെ ഇല്ലേ? KT ജലീലൊക്കെ ആദ്യമാരായിരുന്നു. സിമി എന്ന സംഘടനയുടെ വക്താവായിരുന്നില്ലേ? ഇന്ന് CPM-ന്റെ കുപ്പായം എടുത്തിട്ടാലും അദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന ഭീകരതയും രാജ്യവിരുദ്ധതയും ഒന്നും തൂത്താലും വായിച്ചാലും ഒന്നും പോകത്തില്ല. കോടതി വ്യക്തമായും കണ്ടെത്തി. കറണ്ട് പോയി. ബൈജു തുടർന്നോ? ഞാൻ ഇൻവെർട്ടർ ഒന്ന് ഓണാക്കട്ടെ. യെസ്, നമ്മൾക്കറിയാം ടീച്ചർ നിർത്തിയിടത്തു നിന്ന് തന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പോപ്പുലർ ഫ്രണ്ട് ആയാലും SDP ആയാലും അവർക്കെതിരെയൊക്കെ ഉയരുന്ന, അവരെ നിരോധിച്ച സമയത്തൊക്കെ ഉയർന്നിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. തീർത്തും രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള സകലമാന രാജ്യദ്രോഹികളുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയാലും വിദേശത്തു നിന്നുള്ള ഫണ്ട് കളക്ട് ചെയ്യലും ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിയമം, ഇവിടെ ഒരു നിയമം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ ഇവിടെയുള്ള മലയാളികൾ മിണ്ടുക പോലുമില്ല, മലയാളി തീവ്രവാദികൾ മിണ്ടുക പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഭാരതത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ ഇവിടത്തെയും അവിടത്തെയും നിയമം ഇത്ര കണ്ട് വ്യത്യസ്തമാണെങ്കിൽ പോലും, ഒന്ന് രാജകീയ കോടതി നിയമപ്രകാരമാണ്, നമ്മുടേത് ജനാധിപത്യ രീതിയാണെങ്കിൽ പോലും ഇവിടെയും അവിടെയും ആ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണിക്കാറുണ്ട്. എന്തായാലും ടീച്ചർ തുടർന്നോട്ടെ. അപ്പോ കോടതി കണ്ടെത്തുവാണ് മാതൃരാജ്യത്തെ ഇവർ ഒറ്റുകൊടുത്തു. അതൊരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത തെറ്റാണ്. അവരത് സമ്മതിച്ചാലും സമ്മതിച്ചിട്ടില്ലെങ്കിലും കോടതിയുടെ കണ്ടെത്തലും വിധിയും അന്തിമമാണ്. അവരുടെ കുറ്റപത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്തിന്റെ സ്ഥിരതയെയും സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന രൂപത്തിൽ ക്രിമിനൽ പ്രവൃത്തികൾ ഈ 7 പേരും ചെയ്തു. ഇന്ന് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് NIA തെളിയിച്ചതല്ലേ? ശരിക്കു പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ നികുതി പണത്തിൽ തിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും ഒരു രാജഭരണത്തിൽ രാജാവിന്റെ ബാധ്യതയാണ്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണത്. അതാണ് സർക്കാർ നിറവേറ്റിയതും ഇവരെ തിഹാർ ജയിലിൽ അടച്ചിട്ട്. പിന്നെ പറഞ്ഞ കുറ്റം ദേശീയ ഐക്യം അപകടപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രക്തച്ചൊരിച്ചിലിന് ശ്രമിച്ചു, തീവ്രവാദ ആശയങ്ങൾ വച്ചു പുലർത്തി, അങ്ങനെ വരും തലമുറയിലേക്കു കൂടി ഭീകരത നിറച്ച്, അങ്ങനെ വരും തലമുറയെ കൂടി രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറ്റകൃത്യമാണ് ഈ 7 പേരും ചെയ്തത് എന്നാണ്. തിരുവായ്ക്ക് എതിർവ പറയാൻ പറ്റില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രതികൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി. അതിനപ്പുറം പിന്നീട് ഒരു റിപ്പോർട്ട് ഇല്ല, പിന്നെ ഒരു അപ്പീലും ഇല്ല. പ്രത്യേക ക്രിമിനൽ കോടതിയാണ് ഓരോരുത്തരുടെയും കേസുകൾ പരിഗണിക്കുന്നത്. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കപ്പെട്ടതോടെ വധശിക്ഷ പ്രൂവ് ചെയ്തു. തുടർന്ന് അപ്പീൽ കോടതികളൊക്കെ വധശിക്ഷ അംഗീകരിച്ചു എന്നുള്ളതാ. നമ്മുടെ നാട്ടിലാണെങ്കിലോ കോടതി ഒന്ന് പറയും, ജനങ്ങൾ ഒന്ന് പറയും. ഫസൽ ഗഫൂറൊക്കെ എന്താ പറഞ്ഞത്? ഇവിടെ കോടതിയും ഭരണഘടനയും ഒന്നും നമ്മുടെ പ്രശ്നമല്ല, ജനഹിതമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്ന് കലാപ ആഹ്വാനമാണ് നൽകിയത്. പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത്, വരുമെന്ന് പറഞ്ഞ സമയത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം സൗദിക്കാർക്ക് ഉറപ്പ് നൽകുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. സൂക്ഷിച്ചോ, ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തിലെങ്കിലും ആരെങ്കിലും പെട്ടുപോയാൽ ഒരു മാപ്പോ കോപ്പോ അപ്പീലോ ഒന്നും അവര് സ്വീകരിക്കില്ല, തല വെട്ടുക, അതല്ലാതെ മറ്റു വഴിയില്ല. അതുകൊണ്ട് ആ രാജ്യത്ത് രാജ്യവിരുദ്ധരില്ല, ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ അവിടെ ഇല്ല. രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാൻ ബോധപൂർവം ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്കെതിരെ
മതനിയമം നടപ്പിലാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ ഓർമ്മിപ്പിക്കുവാണ്. എങ്ങനെ? പബ്ലിക്കായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാണ്. ചെണ്ട കൊട്ടി നമ്മൾ പണ്ട് പറയില്ലേ, പിന്നെ വിളംബരം നടത്തുക എന്ന്, അതുപോലെ ഓരോരുത്തരെയും ബോധവൽക്കരണം നടത്തുവാണ്. 2023 സൗദിയില് ഒരു കൊലപാതകം നടന്നു. അപ്പോ ഉണ്ടായ ഒരു നിയമമുണ്ട്, കൊലപാതകം, ഭീകരവാദം, ഇതൊക്കെ ഉൾപ്പെട്ട കേസുകളില് 170 പേരെയാണ് അന്ന് വധിച്ചത്. അതായത് കൊലയ്ക്ക് പകരം കൊല, അതാണ് മതവിധി. ഭീകരവാദം എന്ന് പറഞ്ഞാൽ അവരെ വച്ച് പൊറുപ്പിക്കാൻ പാടില്ല, അവരെ ഇല്ലാതാക്കുക, അത് തന്നെ. കാരണം അവരിനിയും ജാമ്യം എടുത്ത് പുറത്തു വന്നാലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരത വർക്കൗട്ട് ആകുമെന്ന് അവർക്കറിയാം. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം 38 തലകളാണ് സൗദി വെട്ടിയത്. കഴിഞ്ഞ വർഷം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് 33 പേര് വധശിക്ഷയ്ക്ക് ഇരയായി. 2023 വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട ആളുകളിൽ 5 ഇന്ത്യക്കാരുണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? നമ്മുടെ ഏതെങ്കിലും ഒരു ദൃശ്യശ്രവണ മാധ്യമം ആ വാർത്ത എടുത്തു കൊടുത്തതായിട്ട് അറിയാമോ? കാരണം അവര് ആ രാജ്യത്തിരുന്ന് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു. ആ രാജ്യത്തിരുന്ന് മാതൃരാജ്യമായ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു. അത് ഇന്ത്യക്കും ബോധ്യപ്പെട്ടു, അപ്പീലിന് പോയില്ല. അവരുടെ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് തോന്നിയതുമില്ല. കാരണം നമ്മുടെ രാജ്യത്തേക്ക് അവർ തിരിച്ചു വന്നാലും ആ രാജ്യത്തെ തകർക്കാനേ അവർ ശ്രമിക്കൂ എന്നത് സൗദി കൃത്യമായിട്ട് ഭാരതത്തെ ബോധവൽക്കരണം നടത്തി. പക്ഷേ 8 പേരെ ഖത്തർ പിടിച്ചപ്പോൾ അവർ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവരാണ്, ആ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് ഭാരതത്തിന് അറിയാമായിരുന്നു. 2014 ശേഷം ഇതാദ്യമായിട്ടാണ് 5ഓളം ഇന്ത്യക്കാർ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത്. കവർച്ചാ ലക്ഷ്യത്തോടെ ഇന്ത്യക്കാരനെ കാറിടിച്ച് കൊന്ന കേസിൽ 2 സൗദി പൗരന്മാരുടെ വധശിക്ഷ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടപ്പിലാക്കിയത്. ഇതൊക്കെ രാജ്യത്ത് ഒരു നിയമം എഴുതി വെച്ചിരിക്കുന്നത് നടപ്പിലാക്കാനാണ്, അതല്ലാതെ വെറുതെ പേപ്പറിൽ എഴുതി വായിക്കാൻ വേണ്ടിയിട്ടോ അലങ്കാരത്തിന് വേണ്ടിയോ അല്ല എന്ന് സൗദി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ ബൈജു, ഒരു പക്ഷേ ഇനിയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ സൗദി അറേബ്യയിലോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലോ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആ നാട്ടിൽ? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ സൗദിയിൽ തലയറുക്കപ്പെട്ട ആ നേതാക്കന്മാർ സത്യത്തിൽ ഭാരതത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിമാരും ഒക്കെ ആയിരുന്നു. അത് പ്രത്യേകിച്ച് കേരളത്തിനെ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിപ്പോ ഇതേപോലെ തന്നെ നിയമത്തിന്റെ കാര്യം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. നീതി ദേവതയുടെ കണ്ണ് കെട്ടിക്കൊണ്ടാണ് നീതി നിർവഹിക്കുന്നത് എന്നൊക്കെയാണ് വെപ്പ്. ഒരിക്കലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളെ നമുക്ക് വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. കോടതി അലക്ഷ്യമാണ് എന്നുള്ളത് അറിയാം. പക്ഷെ ഓരോ സാധാരണക്കാരനും ഇവിടെ ചിന്തിക്കുന്നത് ഏറ്റവും അവസാനം അവന് നീതി കിട്ടുന്ന കോടതികളിലേക്ക് ഓടുമ്പോൾ അവിടെയും എന്താണ് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ടും ഇന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഇൻസിഡന്റുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ണു തുറക്കുന്നത്. ഇന്നിപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ തന്നെ ഭയാനകമായ വാർത്തകളാണ് വരുന്നത്. കാരണം ഇപ്പൊ വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടിയുടെ കാര്യം തന്നെ 18-ാം തീയതി നടന്ന ആ കൊലപാതകം തന്നെ എന്ന് പറയേണ്ടതുണ്ട്. കാരണം പ്രേരണ കുറ്റം എന്ന ചെറിയ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആ കുട്ടിയുടെ വാർത്ത ഇന്ന് മുതലാണ് ചാനലുകൾ ബ്രേക്കിംഗ് ചെയ്തു കൂടെ തുടങ്ങിയത്. അതിലെ പ്രതികൾ ഇന്നും പിടിയിലാക്കപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു. അവരൊക്കെ കൂളായിക്കൊണ്ട് തന്നെയാണ് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതും അതിലെ പ്രതികൾ ഒളിച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ആ കുട്ടിക്ക് ഏകദേശം 3 ദിവസത്തോളം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ അതിദാരുണ രീതിയിൽ പീഡിപ്പിച്ചെന്ന വാർത്ത വരുന്നു. ഇതൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പുസ്തകങ്ങളിൽ മാത്രം എഴുതപ്പെട്ടിട്ടുള്ള ഈ നിയമ സംഹിതകളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ സത്യത്തിൽ അറബ് രാജ്യങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റൊട്ടനവധി വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. അവിടെയൊന്നും സത്യത്തിൽ ഈ ഭാരതത്തിൽ കാണുന്ന ഈ നിയമത്തിലൂടെ രക്ഷപ്പെടുന്ന പ്രതികളെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിൽ അന്ന് അംബേദ്കർ സാർ എഴുതി വെച്ച ആ നിയമം
അതൊക്കെ എത്രയോ പഴകിയ നിയമങ്ങൾ തന്നെയാണ് എന്നുള്ളതും മാത്രമല്ല ചിട്ടവട്ടങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതും. ടീച്ചർ കൂട്ടിച്ചേർത്ത മറ്റൊരു വാക്കാണ് രാജകീയ ഭരണം എന്നുള്ളത്. നമ്മൾക്കറിയാം രാജകീയ ഭരണം, രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇത്ര കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഭാരതത്തിലും. പിന്നീട് ഭാരതം സ്വാതന്ത്ര്യം ലഭിക്കാനും അതിന് മുൻപായാലും അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായാലും അതിന് മുൻപുള്ള അധിനിവേശ ശക്തികൾ വന്നതിന് ശേഷം ഈ രാജാക്കന്മാരുടെ ഭരണം തകർത്തുകൊണ്ട് അവർ ഏറ്റെടുക്കുകയും പിന്നീട് അതിനുശേഷം നമ്മുടെ ഭാരതത്തിൽ അരങ്ങേറിയിട്ടുള്ള ഒരുപാട് ഭാരത കൊലപാതകങ്ങളായിക്കോട്ടെ, സംഭവങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവിടെ നിങ്ങോട്ട് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ നിയമത്തിൽ ലൂപ്പ് ഹോളുകൾ മാത്രം ഇട്ടുകൊണ്ട് നിയമം എഴുതുക, അതല്ലെങ്കിൽ ആ ലൂപ്പ് ഹോളുകൾ മാത്രം ഇട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് കുറ്റപത്രം കൊടുക്കുക. അത് കോടതിയിൽ എത്തുന്നതോടുകൂടി തന്നെ അവർ കൃത്യമായിട്ട് രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ രക്ഷപ്പെടുന്ന പ്രതികളെ കുറിച്ച് സത്യത്തിൽ ഇന്ന് മലയാളികളായാലും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളാണെങ്കിൽ പോലും പിന്നീട് ഇവരെ കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രതികൾ എവിടെ പോയി എന്നുള്ളത് നമ്മൾക്കറിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിർഭയ കേസിൽ തന്നെ 17 വയസ്സോ 16 വയസ്സോ ഉള്ള ഒരു കുട്ടിക്കുറ്റവാളി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചത് അവനായിരുന്നു. അവൻ കുട്ടിക്കുറ്റവാളി ആയതുകൊണ്ട് തന്നെ വെറും 3 വർഷത്തെ തടവ് മാത്രമാണ് അവന് കിട്ടിയത്. അതും ആ തടവ് കഴിഞ്ഞതിന് ശേഷം അവൻ പുറത്തിറങ്ങി എവിടേക്ക് പോയി എന്നുള്ള സത്യത്തിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ അവനാണ് ആ കുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് ക്രൂരത കുറവാണ് എന്ന് കണ്ടപ്പോൾ ബസ്സിൽ നിന്നും ആ ജാക്കിയിൽ ഇവർ എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് അത്ര കണ്ട് ക്രൂരത കാണിച്ചതെന്ന് നമുക്കറിയാം. ഇനി വേണ്ട ഗോവിന്ദ ചാമിമാരായാലും ഒരുപാട് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഇവരുടെ അന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയും ഇന്ന് ജയിലിൽ അവർ താമസിക്കുന്ന അവസ്ഥയും ഒക്കെ അവരെ ഇപ്പൊ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഷാരൂഖ് ഖാനെ വെല്ലുന്ന സൗന്ദര്യത്തോടു കൂടി നിൽക്കുന്ന ഈ ഒറ്റക്കാലനായിട്ടുള്ള ഈ ചങ്ങാതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ എന്നോ മാറ്റിമറിക്കപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ നിരോധനത്തിന് ശേഷം ഈ ഭീകരവാദികൾ തീഹാർ ജയിലിൽ അടച്ചു. ഒരുപാട് നാളൊന്നും ഇവരെ ജയിലിലിടാനാവില്ല എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന മറ്റൊരു ഭീകരന് വേണ്ടി ഇവിടെ ഈ പ്രമേയം പാസ്സാക്കുക 140 നമ്മുടെ എല്ലാ MLA-മാരും ചേർന്ന് ഇത്ര കണ്ട് ആ ഒരു സന്ധിയോടുകൂടി തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ഒരു മുസ്ലിം ഭീകരനായിരുന്നു. മാത്രമല്ല അയാൾ ഇവിടെ ജാമ്യത്തിൽ വരുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി സ്വീകരണം ഒരുക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മത്സരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ തീഹാർ ജയിലിൽ കിടക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ പുറത്തിറങ്ങി കഴിഞ്ഞാലും അവർക്ക് സ്വീകരണം ഒരുക്കുന്നതിനെ പറ്റി ഇന്നേ അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ നിയമത്തിന്റെ ഒരു ബലമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ സൗദി ആയാലും ഖത്തർ ആയാലും അവർ നടപ്പിലാക്കുന്ന നിയമത്തെ ഇവിടെ ഇരിക്കുന്ന ഇസ്ലാമിക ജിഹാദികൾ വാഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു തൂക്കിക്കൊല്ലാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ താഴെ കോടതിയിൽ നിന്ന് വിധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മേലെ കോടതിയിലേക്ക്, ജില്ലാ കോടതിയിലേക്ക് പോകുന്നു, ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അവസാനം സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ശിക്ഷിക്കപ്പെട്ട ആളുകൾ വെറുതെ വിടുന്ന അവസ്ഥ പോലും ഒരുപാട് കേസുകൾ നമുക്ക് കണ്ടാൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സൗദി ആയാലും ഖത്തർ ആയാലും അറബ് രാജ്യങ്ങളായാലും മറ്റേതൊരു വിദേശ രാജ്യമായാലും അവിടുത്തെ ശിക്ഷാരീതികളും നമ്മുടെ ഇവിടുത്തെ ശിക്ഷാരീതികളിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കോടതി നടപടികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതും അവിടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ചങ്ങാതിക്ക് അപ്പീൽ ഇല്ല എന്നുള്ളത് ഈ രാജകീയ കോടതിയുടെ ഉത്തരവാണ് അവസാനം എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അവിടെ ശരീഅത്ത് നിയമപ്രകാരമാണ് ഭരിക്കപ്പെടുന്നത് എന്ന് നമ്മൾക്കറിയാം. ആ ശരീഅത്തിന് വേണ്ടി വാദിക്കുന്ന, ആ ശരീഅത്ത് നിയമത്തിന് വേണ്ടി കരയുന്ന, ആ ശരീഅത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഈ തുരങ്കം വെക്കുന്ന തീവ്രവാദികൾ അവർ ഒരിക്കലും പറയുന്നില്ല ഭാരതത്തിൽ ശരീഅത്ത് നിയമം കൊണ്ടുവരണം, ഇപ്പോൾ തന്നെ കൊണ്ടുവരണം എന്ന് പറയുന്നില്ല. അവരുടെ ഇസ്ലാമിക രാജ്യമായതിനു ശേഷം അവർക്ക് വേണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ടും ഇവിടെ ഒരു വിഷയമുണ്ട്. ക്രിമിനൽ നിയമങ്ങളെല്ലാം ഏകീകരിച്ചു, എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പോ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, തലയ്ക്ക് പകരം തല, അങ്ങനെ ഒരു നിയമമാണ് ഞങ്ങളുടെ ശരീരത്തിലുള്ളത്. ആ നിയമം ഞങ്ങൾക്ക് വേണമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കട്ടവന്റെ കൈ മുറിക്കണം, ദുർനടപ്പുകാരായ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണം, ഈ നിയമമാണ് ഞങ്ങളുടെ മതനിയമത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര ഉസ്താദന്മാരുടെ ജീവൻ ബാക്കിയുണ്ടാവും? അവരെയൊക്കെ കൊല്ലണ്ടേ? അപ്പോ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ഒരു ചലനവും സംഭവിച്ചിട്ടില്ല. ഇവിടെ വിവാഹമോചനം, ബഹുഭാര്യത്വം, പിന്നെ അനന്തരാവകാശം, ദത്ത്, വഖഫ്, ട്രസ്റ്റ് തുടങ്ങിയ പാരന്റിറ്റി തുടങ്ങിയ വിഷയങ്ങൾ മാറ്റുമ്പോൾ ഞങ്ങളുടെ ശരീഅത്ത് നിയമത്തിന്റെ ഒരു കോണിൽ പോലും തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ്? ഇഷ്ടംപോലെ കെട്ടണം.
ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കണം. എത്ര പ്രോഡക്റ്റുകളെ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, അവർക്ക് ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെ ഏത് സാഹചര്യത്തിലും ഒഴിവാക്കാം. അതുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കാൻ സമ്മതിക്കാത്തത്. ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ ഇവർക്ക് സുഖമാണ്. സിവിൽ നിയമങ്ങൾ നിലനിർത്തിയപ്പോഴും ഇവർക്ക് സുഖം തന്നെയാണ്. ഇപ്പോ എത്ര മാധ്യമങ്ങളിൽ കണ്ടു നമ്മള്, സൗദിയില് വീണ്ടും കൂട്ടവധശിക്ഷ നടപ്പിലാക്കിയത് ഇന്നലെയാണ്. ഏതെങ്കിലും മാധ്യമം കൊടുത്തോ? ഏതെങ്കിലും ചാനലുകളിൽ അന്തിചർച്ചകൾ ഉണ്ടായോ? അസീർ മേഖലയില് 5 പേരെയാണ് ഇന്നലെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. യമൻ പൗരന്മാരെയാണ് ഈ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതും സൗദിയിൽ തന്നെയാണ്. യമൻ പൗരനായ അഹമ്മദ് ഹുസൈൻ അറാദി എന്ന വ്യക്തിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് 5 യമൻ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഇതുമായി ചേർത്ത് നമ്മൾ 2 കേസുകൾ വായിക്കണം. ഇന്ന് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. താനൂര് ജുമൈലത്ത് എന്ന ഒരു 38കാരി. ഭർത്താവുമായി 1 വർഷമായി ഇവർ പിണങ്ങിക്കഴിയാണ്. ഇവര് ഗർഭിണിയായി. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർ പ്രസവിച്ചു. തിങ്കളാഴ്ച, ചൊവ്വ, ബുധനാഴ്ച അന്ന് രാത്രി ഇവർക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായി തോന്നി. വെറും 3 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്ന് ദൃശ്യം മോഡലിൽ സ്വന്തം വീട്ടിന്റെ ബാക്കില് തെങ്ങിന്റെ സൈഡിൽ കുഴിയെടുത്ത് ഈ 3 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ഇവര് കുഴിച്ചു മൂടുക. ഇവരെയൊക്കെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഇവരെയൊക്കെ കൊല്ലണ്ടേ? ഒരു പത്തനംതിട്ടക്കാരി ഫസീല, ആ പെണ്ണിന്റെ പേര് അങ്ങനെ ഫസീല. ഈ പെണ്ണ് കുറെ ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ കയറി അയാളുടെ മുഖത്ത് മുളക് പൊടി സ്പ്രേ അടിച്ച് എല്ലാം തട്ടിപ്പറിച്ചെടുത്തിട്ട് ഒരു ആറ്റിന്റെ കരയിൽ വന്ന് കുളിക്കുക. എന്തിന്? ഇനി പോലീസ് നായ മണം പിടിച്ച് വന്നാൽ പോലും ഇവരിലേക്ക് എത്തരുത്. വെറും മദ്രസ ബുദ്ധിയാണ് എന്ന് പറയരുത്. ഇവരുടെ വിഷയങ്ങളിൽ ഇവർ വളരെ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സൈഡിൽ നിന്നിട്ട് ഇവർ പർദ്ദ ഊരി എറിയുന്നത്, ഇവർ ഓടുന്നതും ഒരു ഓട്ടോ ഡ്രൈവർ കാണുന്നു. അയാള് പിന്തുടർന്ന് നോക്കിയപ്പോഴാണ് ഇത് സംഭവം മനസ്സിലായത്. അയാൾ ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു. 23 CC ക്യാമറകളിലൂടെ ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മുതലാളിയുണ്ട്. അയാൾ പറയാണ്, ഇത് എന്റെ വീടിന്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പെണ്ണാണ്. അവര് പർദ്ദയും മുഖം ആഭരണവും അണിഞ്ഞിരുന്നു, ഹിജാബും പർദ്ദയും ധരിച്ചിട്ട്. അപ്പോ നോക്കണം, ഇരയുടെ ജാതിയും മതവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മിനിഞ്ഞാന്ന് ഷാജൻസ്കറിയ ഇട്ട പോസ്റ്റും കൂടി വായിക്കണം. ഒരു വാർത്ത ചെയ്യണമെങ്കിൽ ഇരയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കണം എന്ന ഗതികേടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ കൊലയ്ക്ക് പകരം കൊല, ഈ രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ, തീവ്ര പ്രവർത്തനങ്ങൾ, ഈ കള്ളം, കാപട്യം, വഞ്ചന, കൊള്ളയടി, ഇതിനൊക്കെ മാതൃകാപരമായ ശരീഅത്ത് നിയമം നമ്മുടെ നാട്ടിൽ വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ശബ്ദമുയർത്തിയതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് അവർക്കും മറയാണ്. അപ്പൊ ഈ 5 പേര്, സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ 5 പേര് കവർച്ചാ ശ്രമത്തിനിടയില് ഇവര് അഹമ്മദ് ഹുസൈൻ അറാദി എന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലയിൽ അടിച്ചു, കൈവിലങ്ങിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് അയാളുടെ മരണത്തിന് കാരണമായി. കഴിഞ്ഞ ദിവസമാണ് സൗദിയില് ഈ 5 പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഒരു പാവപ്പെട്ട പയ്യനെ ഇന്ന് ഞാൻ പറയണ്ടല്ലോ, അതിക്രൂരമായി അടിച്ചവശനാക്കി വധിച്ചത് നമ്മൾ ഇന്ന് കാണുവാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്തേ പ്രതികരണമൊന്നും ഇല്ലാതെ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഏത് വിഷയത്തിൽ പ്രതികരിക്കണമെങ്കിലും മതവും രാഷ്ട്രീയവും നിർബന്ധ ഫാക്ടറായി വരുവാണ്. അതിനോട് എന്താണ് ബൈജു പ്രതികരിക്കേണ്ടത്? അല്ല, അത് ഇപ്പോ ഇവിടെ പൊതുവെ കാണുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ടീച്ചറെ. അതായത് സത്യം വിളിച്ചു പറയുന്ന, യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് ഇവർ വിളിക്കുന്ന ഒരു പേരുണ്ട്, സംഘി എന്നുള്ളത്. നിങ്ങൾ ഏതൊരു മനുഷ്യനായിക്കോട്ടെ, ഏതൊരു ജാതി മതസ്ഥനായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ചാണകത്തിൽ ചവിട്ടരുതെന്ന് ഇസ്ലാമിക ഭീകരന്മാരും ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകളൊക്കെ എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു വേർഡ് തന്നെയാണ്. ഇന്ന് സത്യത്തിൽ എനിക്ക് തോന്നിയൊരു വാക്ക്,
നിങ്ങൾ ഒരിക്കലും ചാണകത്തിൽ ചവിട്ടരുത്. കാരണം ചാണകം എന്നത് ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. പണ്ട് നമ്മുടെ തറകളിലൊക്കെ നമ്മുടെ അമ്മയുടെ അമ്മമാരൊക്കെ ആ ഒരു ചാണകം മെഴുകിയ തറയിൽ ചവിട്ടി നടന്ന നമ്മൾക്ക് ഒരിക്കലും അണുക്കളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു അണുനാശിനി തന്നെയാണ് ചാണകം. ആ ചാണകത്തിൽ നിങ്ങളൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ വിഷം പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആ ചാണകത്തിൽ ചവിട്ടരുത്. നിങ്ങളുടെ ആ വിഷം ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നിങ്ങൾ വമിപ്പിക്കുന്ന ആ വിഷത്തിൽ ഇവിടെ ആളുകൾ, മനുഷ്യ ജീവനുകൾ ഇങ്ങനെ പെടഞ്ഞു തീരുക തന്നെ വേണം. അപ്പോഴും നിങ്ങൾ ഉറക്കെ തന്നെ വിളിച്ച് പറയണം സ്വാതന്ത്ര്യം, സമത്വം, ഇതൊക്കെ നവോത്ഥാനം എന്നൊക്കെ നിങ്ങൾ വിളിച്ച് പറയണം. അതിന്റെ കൂട്ടത്തിൽ വീണ്ടും നിങ്ങൾ ഉറക്കെ എഴുതി പറയേണ്ടതുണ്ട് എന്താണ് ചാണകത്തിൽ നിങ്ങൾ ചവിട്ടരുത് എന്നത്. മറ്റൊന്നിന്റെ ടീച്ചറെ ഇവിടെ നമ്മുടെ നാട്ടിലെ മതരാഷ്ട്രീയക്കാർക്ക് പ്രധാനം ഇവർക്കൊരു പ്രീണന നയമുണ്ട്. അതായത് ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ പറയരുത്. വി ഡി സതീശൻ പറഞ്ഞത് ഒരു സ്പീച്ച് ഞാൻ എടുത്ത് പല തവണകളിൽ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല, നിങ്ങൾ എന്ത് പറയുന്നോ അവിടെയാണ് ഞങ്ങൾ. ഇപ്പൊ ഇലക്ഷന് മുമ്പ് എല്ലാ സ്ഥാനാർത്ഥികളും എന്തിനാണ് പാണക്കാട് ചെല്ലുന്നത്? അവിടെ ചെന്നിട്ട് ആശീർവാദം വാങ്ങുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മുടെ നാട്ടില് സ്ഥിരം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. TN പ്രതാപന്റെ ചില വാക്കുകൾ കേട്ടാല് തലയ്ക്ക് സ്ഥിരതയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാവരും കേട്ടിട്ടുണ്ടാകണം. എന്നാലും ഒരു ചെറിയ ഭാഗം ശരീഅത്ത് നിയമത്തെ കുറിച്ചിട്ടായതുകൊണ്ട് ഞാനതൊന്ന് കേൾപ്പിക്കാം. വിരോധമില്ലല്ലോ? കാരണം ശരീഅത്ത് നിയമം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ വേണോ വേണ്ടേ എന്ന് പറയേണ്ടത് ഇവരാണ്. കാരണം കട്ടവന്റെ കൈ മുറിക്കപ്പെടണം, ദുർനടപ്പുകാരെ കൊല്ലണം. ഇവരതിന് തയ്യാറാണോ? എറിഞ്ഞു കൊല്ലാൻ ഇവര് തയ്യാറാണോ? ഇവരത് പറയട്ടെ. നമുക്ക് ആ പ്രഭാഷണം ഒന്ന് കേൾക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ള ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എന്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിയുന്ന ഇസ്ലാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏകദൈവം എന്ന ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട്, ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിനടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന, ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന, ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ള ഒരു വിശ്വാസം. അത് ദരിദ്രനാണോ ധനികനാണോ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ, അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്തറിന്റെ സുഗന്ധമില്ലാത്തവനാണോ, അവൻ ഷർട്ടിട്ടവനാണോ അല്ലെങ്കിൽ പാൻറ്റിട്ടവനാണോ, മുണ്ടുടുത്തവനാണോ പാൻറ്റിട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി, ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാന് ഇതിനൊരു മറുപടി പറയട്ടെ ബൈജു, ചിലപ്പോ കുറച്ചു കഴിഞ്ഞാൽ മറന്നു പോകും, കുറെ അങ്ങോട്ട് പോയിന്റുകളായി കഴിഞ്ഞാലേ. അതായത് ഏകദൈവത്തെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ആരാധിക്കുന്ന ഒരു രീതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അല്ല, TN പ്രതാപന് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാൾ മുസ്ലിം ആകത്തില്ല. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് നമ്മൾ പറയാ. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. കാഷ്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ മുഹമ്മദ് നബിയെ വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആകില്ല. അപ്പൊ മീഡിയേറ്റർ വന്നു കഴിഞ്ഞു. അള്ളാഹു ഒരു കാര്യവും നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു മുഹമ്മദ് എന്ന മീഡിയേറ്ററെ വെച്ചിട്ടാണ്. ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന സാക്ഷ്യവാക്യം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ എന്നാണ്. തീർച്ചയായും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹു ഏകദൈവമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഉറപ്പിച്ചു പറയുവാണ്. ഇവനോടൊക്കെ ഇതാരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈക്വൽ ആണ്. ആദ്യം വരുന്നവൻ അതല്ല. പള്ളിയിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം മതിയോ ഈ ഈക്വാലിറ്റി? ഇപ്പം ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബത്തിലെ ഒരാൾക്ക് ഹജ്ജിന് പോകണം, നടക്കുവോ? സമ്പന്നന് എത്ര വ്യഭിചാരവും കൂട്ടിക്കൊടുപ്പും നടത്തിയിട്ട്
ഓടിപ്പോയി ഹജ്ജ് ചെയ്ത് ആ ഒരു കഅബാലയത്തിനകത്തൊന്ന് ചുറ്റി വരും, ഞാൻ കില്ലയൊന്ന് പിടിച്ച് കുലുക്കി പുറത്തേക്കണേ, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം. പാവപ്പെട്ടവനോ അവിടെ ഇവിടെ ഈക്വാലിറ്റി. ഒരു സ്ത്രീയാണ് ഞാൻ, എന്നെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഈ ഇസ്ലാമിൽ എനിക്ക് എവിടെയാണ് ഈക്വാലിറ്റി? ഇല്ല. അപ്പൊ ഇവരൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാണെന്ന് കേരള ജനത തിരിച്ചറിയണം. കേരള ജനത തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ ബാക്കി കൂടി കേൾക്കാം. ഇതിൽ നിന്ന് തുടങ്ങി ദൈവത്തെ തുടങ്ങി ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ ഖുർആൻ പിന്നീട് ലോകത്തിൽ അരുൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാൻ ബൈജു, ഖുർആനിന്റെ പരിഭാഷ ഒരിക്കൽ പോലും ഈ മഹാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അത് പറയും. കാരണം യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയും ബഹുഭാര്യത്വവും ഒക്കെ നിറഞ്ഞ് അന്യമത വിരോധമെമ്പാടും വച്ച് പുലർത്തുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ സ്വാർത്ഥ രാഷ്ട്രീയം കളിക്കുന്ന ഒരാൾക്കല്ലാതെ കഴിയില്ല. ഈ വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത് ഒന്ന്, ആധുനിക മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ കേട്ടത്. ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, വോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത്. ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മമെടുക്കുന്നത് മുതൽ പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വെറും മരപ്പൊട്ടന്മാരാണെന്ന് എല്ലാവരെക്കാളും ഏറെ ഈ കക്ഷിക്ക് അറിയാം. എന്ത് സമ്പൂർണ്ണ ഭരണഘടനയാണ് ഖുർആനെന്ന്? ഖുർആനിനകത്ത് എങ്ങനെ നമസ്കരിക്കണമെന്നില്ല, എത്ര സക്കാത്ത് കൊടുക്കണമെന്നില്ല, എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്നില്ല. പോട്ടെ, ഈ ജെൻഡേഴ്സ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ്, ഇത് രണ്ടും മാത്രമേ അള്ളാഹുവിന് അറിയത്തുള്ളൂ. ഈ രണ്ടിനെ കുറിച്ചുമല്ലാതെ ഒരു മൂന്നാം ലിംഗക്കാരെ കുറിച്ച് ഖുർആനിലില്ല. കൊറോണയെ കുറിച്ചുണ്ടോ? ഇങ്ങനെ കൊറോണ വരും, പോട്ടെ, ഇങ്ങനെ കുറെ നിരീശ്വരവാദികൾ വരും, ഇസ്ലാമിനെ ഏറിലാക്കുമെന്ന് അദൃശ്യമറിയുന്ന അള്ളാഹുവിന് പറഞ്ഞു വെക്കാൻ പാടില്ല. ഇത് ചീപ്പായിട്ടുള്ള ചില രാഷ്ട്രീയ കളി മാത്രമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് മതം പറഞ്ഞ് തൃശ്ശൂർ ഒന്ന് പിടിക്കണം. അതിന് സുരേഷ് ഗോപിയെ വീഴ്ത്തണമെങ്കിൽ സുരേഷ് ഗോപിയെ വെറും ഒരു ചാണക സംഖ്യയാക്കി മാറ്റി നിർത്തണം. എന്നിട്ട് ഇദ്ദേഹത്തിന് അവിടെയുള്ള മുസ്ലിങ്ങളെ ഒന്ന് പിടിക്കണം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സാറിനെ നേരിട്ട് വിളിക്കാനും സംസാരിക്കാനും ഒരു അവസരം എനിക്കുണ്ടായി. നമ്മുടെ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഉടനെ തന്നെ ഫോൺ എടുത്തു. എന്നോടൊരു 20 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു. വളരെ തിരക്കുള്ള ഒരാളായിരുന്നിട്ട് പോലും എന്നെ മനസ്സിലായിട്ട് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം കോടിക്കണക്കിന് പണമാണ് മതമെന്നും ജാതിയെന്നും രാഷ്ട്രീയമെന്നും നോക്കാതെ ആളുകളെ സഹായിക്കാൻ വേണ്ടി എടുത്തു കൊടുത്തിരിക്കുന്നത്. അത്രയേറെ കടബാധ്യതയിലാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കലും എന്നോട് സഹായം ചോദിച്ചു വരുന്ന ഒരാളുടെ ജാതി നോക്കിയിട്ടില്ല, അവരുടെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ സഹായം അവർക്ക് എത്തൽ അത്രമാത്രം അനിവാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ സഹായിച്ചിരിക്കും. അതിന് അവരുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, അവരെനിക്ക് വേണ്ടി 4 നല്ല വർത്തമാനം പറയണമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അയാൾ പലർക്കുമായി വിനിയോഗിച്ചിട്ടാണ് അയാൾ ഈ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ TN പ്രതാപന്മാരെ പോലെയുള്ള കള്ളന്മാർ ഇവര് മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് ചെയ്തോ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വെറും പൊറാട്ട് നാടകം മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ടീച്ചർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു ചെറിയൊരു വീഡിയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 3 മിനിറ്റിൽ ആരിഫ് ഹുസൈൻ സാർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതായത് വെള്ളിയാഴ്ച ദിവസം കുത്തുബ കഴിഞ്ഞിട്ട്
കുത്തുബയുടെ അവസാനം പറയുന്ന കുറച്ച് വരികളെ കുറിച്ച് അദ്ദേഹം ചെയ്ത, എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അത് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ അറബി വാക്കുകളായതുകൊണ്ട് തന്നെ അത് കേട്ടിരിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകളുടെ ചിന്ത വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പോത്തിറച്ചിയും കൂട്ടിയിട്ടുള്ള ബിരിയാണി തിന്നാനുള്ള ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള അർത്ഥം ഞാൻ പഠിച്ചിരുന്നില്ല. പിന്നീട് മതം വിടുന്നതിന് മുൻപ് തന്നെ ഇതിലെ അർത്ഥം പഠിച്ചതിന് ശേഷം മതം വിട്ടു. പിന്നീട് കൃത്യമായിട്ട് ഇത് ഓരോ വാചകങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ കേട്ടിരിക്കുന്ന ആളുകളോട് പച്ചയ്ക്ക് പറയുകയാണ് നിന്റെ അയൽക്കാരനെ ശരിയാക്കണം, നിന്റെ അതാക്കണം ഇതാക്കണം, ഏകദൈവ വിശ്വാസികളല്ലാത്തവരെ നിനക്ക് കൊല്ലാനും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന പ്രതാപനായാലും ഇനി ഏതൊരാള് ചെയ്തു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? ആരെങ്കിലും ടീച്ചർ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്ര കണ്ട് ഇസ്ലാമിക പ്രീണനം നടത്തുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വോട്ട് ബാങ്ക് മാത്രമല്ല ടീച്ചർ, ഇവിടെ നമ്മൾക്കറിയാം 2012 ശേഷം ഇവിടെ സെൻസസ് എടുത്തിട്ടില്ല. ഏകദേശം 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ജനസംഖ്യ എത്രയെന്നുള്ളത് പൊതുജനം സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് അറിയാനിടയില്ല, കാരണം സെൻസസ് എടുക്കാത്തത് കൊണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് ഇത് കൃത്യമായിട്ടും അറിയാം. അത് ഞാൻ 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂഞ്ഞാർ ആശാനെ പി.സി. ജോർജ് ആശാനെ പോയി കണ്ട സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഒരു തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയെ കുറിച്ചും അതുപോലെ ആ നാട്ടിലുള്ള അദ്ദേഹത്തെ തോൽപ്പിച്ച സമയത്തിന് ശേഷം ചെന്ന സമയമായിരുന്നു. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് തോറ്റതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം നാരിഴ കീറി അവിടുത്തെ ഓരോ സ്ഥലത്തെ വോട്ടിന്റെ എണ്ണവും അവിടെ എത്ര മുസ്ലിങ്ങളുണ്ട്, അവിടെ എത്ര ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട് എന്ന് എല്ലാം അവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സിന് വരെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇന്ന് കൃത്യമായിട്ടും ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞോ എന്ന് ആകെ അറിയുന്ന ഒരേ ഒരു വിഭാഗം ഇവർ മാത്രമേ ഉള്ളൂ. ഇവരുടെ വോട്ട് ബാങ്ക് മാത്രമായിരുന്നെങ്കിൽ ഇതിനു മുൻപും വോട്ട് ബാങ്ക് തന്നെയായിരുന്നു അവർ. അതല്ലാതെ വോട്ട് ബാങ്ക് ഇപ്പൊ മാത്രമൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. പക്ഷെ ഇത്ര ശക്തമായി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക, മറ്റെല്ലാത്തിനെയും കണ്ണിറുക്കി കാണിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്ക് ഈ വയനാട്ടിലത്തെ കേസ് തന്നെ എടുക്കാം. ആദ്യ പ്രതിപട്ടികയിലെ പേരുകൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ആദ്യം പിടികൂടപ്പെട്ട 6 പ്രതികളിൽ ഒരാൾ മുസ്ലിം നാമധാരി ഉണ്ടായിരുന്നു. പക്ഷെ ആ മുസ്ലിം നാമധാരിയുടെ പേര് പോലും ചാനലുകളിൽ പറയുന്നത് കേട്ടാൽ ഒരു ഹിന്ദു നാമത്തിലാണ് ഇവർ പറയുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ പ്രദീപന്റെ ഇദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ റൂംമേറ്റ് ആയിരുന്നു. 1 വർഷത്തിലധികമായി അവന്റെ കൂടെ താമസിക്കുന്ന റൂംമേറ്റ് ആണ്. ആ റൂംമേറ്റ് ആണ് ഇവനെ തിരിച്ചു വിളിച്ചത്. അതായത് അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ച് എറണാകുളം എത്തിയ സമയത്ത് തിരിച്ചു വിളിക്കുന്നു. ഒരു പക്ഷേ അന്ന് തിരിച്ചു വിളിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു നമ്മൾക്ക് മുൻപിൽ. പക്ഷെ ആ തിരിച്ചു വിളിക്കപ്പെട്ടവൻ ഇത് കൃത്യമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഈ മുസ്ലിം നാമധാരി തന്നെയാണ്. ആ അച്ഛൻ പറയുന്ന മറുനാടൻ മലയാളിയിൽ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ കേൾക്കുകയായിരുന്നു. ആ അച്ഛൻ പറയുകയാണ് ആ കുട്ടി അടക്കം ഇവിടെ 4ഓളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ വീടിന്റെ ടെറസിൽ പോയി അവർ അറേബ്യൻ ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അമ്മയുമായിട്ടാണ് ഈ കുട്ടിക്ക് ഏറ്റവും അടുപ്പം എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഈ അമ്മ ഈ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരിയും അതുപോലെ ഗ്രില്ലും എല്ലാം കൊടുത്തു വിട്ട് അത്ര കണ്ട് അവന് തേനൂട്ടി പാലൂട്ടി വളർത്തി വിട്ടതാണ് ഈ ഇസ്ലാമിക നാമധാരിയായിട്ടുള്ള ഈ കുട്ടിയുടെ സുഹൃത്തിനെ. എന്നിട്ട് കൂടെ കിടന്നുകൊണ്ട് കൂടെ തന്റെ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തിയ അവന്റെ ആ മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടുത്തെ ശരീഅത്ത് നിയമം പ്രകാരം തന്നെ ഇവിടെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെടുന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് തെന്നിപ്പോയി എന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ടീച്ചർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ നിയമം ആ ശരീഅത്ത് നിയമപ്രകാരം കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഇന്ന് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് വർഗത്തെയാണോ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, ഏത് വർഗത്തെയാണോ അവർ തന്നെ ആവേണ്ടേ ശരിക്ക്. കാരണം ഗൾഫിൽ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ, ഞമ്മന്റെ കിതാബിലുള്ള നിയമം വരുമ്പോൾ ഞമ്മൻ ഇവിടെയും കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അവർ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് വിളിച്ച് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യയിലൂടെ ഇന്നത്തെ ലക്ഷ്യം. എന്താണ് ടീച്ചർ ഇനി കൂടുതൽ ചൊറിയാനുള്ളത്? ഇനി അബ്ദുൽ നാസർ മദനിയുടെ ഒരു ചെറിയ വിഷ്വൽ അതും കൂടി ഒന്ന് കേൾക്കുക. ോടുള്ള എന്റെ ഇഷ്ടം കുറഞ്ഞെന്ന് പറയല്ലേ, എന്റെ പ്രവാചകനോടുള്ള എന്റെ ആത്മബന്ധത്തിന് കോട്ടം തെറ്റി എന്ന് പറയല്ലേ. ഒരു കാര്യം ഞാൻ പറയുകയാ, മഅദനി പഴഞ്ചനായ റസൂലുള്ളാഹിനെ കുറിച്ച് പറയില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഴഞ്ചനെന്ന് ആരെങ്കിലും എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ അവനോട് പൊന്നി ഷഹീദാകേണ്ടി വന്നാൽ മഅദനി ഷഹീദാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നുകിൽ അവനെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവനെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. അതിലൊന്നും മഅദനിക്ക് എഴുതുന്നില്ല എന്നൊരു പ്രശ്നമായി ആരും കരുതണ്ട. ഞാൻ ഇരിക്കുമ്പോൾ കളക്ടറേറ്റിലെ എന്റെ ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, CV ചെറിയ എന്ന് പറയുന്ന ഒരാൾ
മുഹമ്മദ് നബിയെ കുറിച്ച് കൊള്ളത്തലവൻ എന്നെഴുതിയ ഒരു പുസ്തകം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പല നിവേദനങ്ങളും നിങ്ങൾ അയച്ചിട്ടുണ്ട്, നിങ്ങളത് പരിഗണിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒന്നുകിൽ ആ പുസ്തകം ഇപ്പോൾ നിരോധിക്കണം, അതല്ലെന്ന് വരികിൽ മറ്റെന്തായാലും നടക്കുന്നത് നിങ്ങൾ അഭിമുഖീകരിക്കണം. ഒരു സിംഹക്കുട്ടിയെ പോലെ എന്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് ആ പുസ്തകം നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ പേപ്പറിൽ നിരോധന ഉത്തരവിട്ടു. ആ പുസ്തകം നിരോധിച്ചുകൊണ്ട് ഞാൻ എഴുതി എന്ന് അൽഫോൺസ് കണ്ണന്താനം എന്ന ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഡൽഹിയിലെ ക്ഷുഭിതനായ IAS-കാരനായി ഡൽഹിയിൽ ചലനം സൃഷ്ടിച്ച അൽഫോൺസ് കണ്ണന്താനം എന്ന കോട്ടയം ജില്ലാ കളക്ടർ അടുത്ത സമയത്ത് എങ്ങനെയാ നമ്മുടെ നാട് നന്നാവുക? അതായത് ചിന്തിക്കണം. അതാണ് അല്ല, മുഹമ്മദ് എന്ന് ചോദ്യപേപ്പറിൽ ഒന്ന് എഴുതിപ്പോയി എന്നതിന്റെ പേരിലാണ് ജോസഫ് മാഷ്ക്ക് കയ്യും കാലും നഷ്ടപ്പെട്ടതെങ്കിൽ ഇവിടെ മുഹമ്മദിനെ കൊള്ളത്തലവൻ എന്നെഴുതിയ ഒരു പുസ്തകം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മഹാത്മാഗാന്ധി അല്ലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം നിരോധിക്കണം. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കണം, ആയിരക്കണക്കിന് യുവാക്കളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾ നിരോധിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. എന്തു മനസ്സിലായി ഇതിൽ നിന്ന്? അപ്പോ കയ്യൂക്ക് കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഇത്തരം കലാപ അന്തരീക്ഷം ഉണ്ടാക്കിയും തന്നെയല്ലേ ഇവർ ഇത്രയും കാലവും ഈ മതത്തെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നത്. അപ്പോ ഇവർക്കിപ്പോ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തി, എന്നിട്ട് ഇവർ അതിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. മതവും ഇപ്പോ രാഷ്ട്രീയം ഇവരെങ്ങനെയാ വോട്ട് പിടിക്കുന്നത്? മതം പറഞ്ഞ് തന്നെയാണ് ഇവര് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ KM ഷാജിയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. പിന്നീട് ബാബരി പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചിട്ടു. പക്ഷെ സോഷ്യൽ മീഡിയ എല്ലാ തന്തയില്ലായ്മകളും പിടിച്ചു വെച്ചിട്ടുണ്ട്. അവസരം വരുമ്പോൾ എടുത്ത് പുറത്തിടും. അപ്പോ ആര് പറഞ്ഞാലും ശരി, ഞാൻ വലിയ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. എന്നിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം ചിലവഴിച്ച് എന്തിനാണ് ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ പ്രശ്നം ആരാധനയാണോ? നമ്മുടെ പ്രശ്നം ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. എന്ത് പെട്ടെന്നാ മാറിയെന്ന് നോക്കിയേ. ഇപ്പൊ മസ്ജിദുകളാണെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ അമ്പലമോ ചർച്ചുകളോ ആണെങ്കിൽ നമ്മുടെ പ്രശ്നം പട്ടിണിയാണ്. എന്ത് പെട്ടെന്നാണ് മാറുന്നതെന്ന് കണ്ടോ? വേറൊരാള് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, പിണറായി ഞങ്ങളുടെ വാപ്പായും കൊച്ചാപ്പായും ആണെന്ന്. വോട്ട് പിടിക്കാൻ വേണ്ടി ഇവര് തന്തയെ വരെ മാറ്റി പറയും. ഇനിയിപ്പോ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴേക്ക് എത്ര മക്കൾ അന്വേഷിച്ചു വരുമായിരിക്കും. ഞാൻ കേൾപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വാപ്പയും വല്യാപ്പയും സഖാവ് പിണറായി വിജയനാണ് എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിയില്ല അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയ കണ്ണപ്പാ. എന്ത് ചെയ്യും? വാപ്പായും വല്യാപ്പ, അതായത് വാപ്പയും വാപ്പയുടെ വാപ്പയും പിണറായി വിജയനാണെന്ന്. എന്താ ചെയ്യ ഇവരുടെ കാര്യമില്ല. ഇവർക്ക് അധികാരം വേണം. വോട്ട് പറഞ്ഞ് ഇവർ പിടിച്ചു നിൽക്കും. അതിനുവേണ്ടി ഇവര് ഏത് തെമ്മാടിത്തരത്തിലും ഇവര് വിട്ടു നിൽക്കും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് സുരേഷ് ഗോപിയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതല്ല. അദ്ദേഹം നാടിനെ സേവിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെക്കാൾ കോടിക്കണക്കിന് പണമുള്ള ഒരുപാട് രാഷ്ട്രീയക്കാർ ഇവിടെയുണ്ട്. കൈയിട്ടു വാരി വെച്ചിട്ടുണ്ട് സിനിമക്കാർ ഇവിടെയുണ്ട്. എന്തേ അവരുടെ ആരുടെയും വാതിലിൽ തട്ടാതെ എല്ലാവരും ഓടിപ്പോയി നമ്മളടക്കം എന്താവശ്യം വന്നാലും സുരേഷ് ഗോപിയുടെ വാതിലിൽ തട്ടുന്നത് എന്തുകൊണ്ടാ? എന്തേ TN പ്രതാപന്റെ കയ്യിലും അതുപോലെ NP പ്രേമചന്ദ്രൻ തരാതരം ഇങ്ങനെ മുസ്ലിങ്ങളെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ. ഇക്കഴിഞ്ഞ ദിവസം എന്തോ മോദിയെ തല്ലിയും തലോടിയും ഒക്കെ മുന്നോട്ട് പോകുന്ന കണ്ടു. ഇവര് എന്ത് ചീപ്പ് രാഷ്ട്രീയ നാടകമാണ് ഈ കളിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇതിലെ ടീച്ചറെ സുരേഷ് ഗോപിയുടെ ആ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഹരിപ്രസാദ് മേനോൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറിലിട്ട ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, 1 മിനിറ്റോളമുള്ള വീഡിയോ ആണ്. കാരണം സുരേഷ് ഗോപിയെ ഇവിടെ കളിയാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കുന്നതാണ് തൃശ്ശൂർ പൊങ്ങില്ല, എടുക്കില്ല, അതല്ലെങ്കിൽ പൊക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ. ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്ത ഹരിപ്രസാദ് മേനോന്റെ ഒരു മിനിറ്റ് ഓഡിയോ ഞാൻ കേട്ടപ്പോൾ ഞാനത് ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടി വെച്ചതാണ്. കേൾക്കേണ്ട ഒന്ന് തന്നെയാണ്.
അത് 2014 എത്തുമ്പോൾ 1,20,000 മാറി. ഏതാണ്ട് 120% വർധന. അന്ന് മോഡിയില്ല, BJP-യുടെ അനുകൂലമായിട്ട് ഒന്നുമില്ല. ഇവിടെ എല്ലാം കോൺഗ്രസും അല്ലെങ്കിൽ UPA മയമായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോ അത് 120% വർദ്ധിച്ച് 1,20,000 വോട്ടായിട്ട് മാറി. 2019 ശ്രീമാൻ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ 1,20,000 നിന്ന് അത് 2,94,000 വർദ്ധിച്ചു. ഏകദേശം 180% അടുത്ത് വർധന. അപ്പോ ഇനി വേണ്ടത് കേവലം 1,00,000 വോട്ടിന്റെ ഒരു അപ്രീസിയേഷൻ ആണ്. ഇപ്പൊ മോഡിയുണ്ട്, BJP ഭരണമുണ്ട്, അവിടെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് നല്ല ബോധ്യവുമുണ്ട്. പിന്നെ ഈ രണ്ട് പാർട്ടിക്കാരും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവുമുണ്ട്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സുരേഷ് ഗോപി വരുന്നതിന് മുൻപ്, അതായത് നരേന്ദ്രമോദിജി ഭരണത്തിൽ വരുന്നതിന് മുൻപ് അവിടെ BJP തൃശ്ശൂരിൽ നടന്ന സമയത്തുള്ള ഇലക്ഷനിൽ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 80% വോട്ടിംഗ് കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ സുരേഷ് ഗോപി വന്നതിന് ശേഷം 180% അദ്ദേഹത്തിന്റെ വോട്ടിംഗ് കൗണ്ട് എണ്ണിയ സമയത്ത് കൂടുതൽ വർധനവ് വന്നത് BJP വോട്ടുകൾ. ഇനി അവിടെ വേണ്ടത് ഏകദേശം 1,00,000-നുള്ളിലുള്ള വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ സുരേഷ് ഗോപി വന്ന സമയത്ത് തന്നെ 2,00,000-ലധികം വോട്ടുകളാണ് അദ്ദേഹം ഏറെ പിടിച്ചിരുന്നത്. അതിലേക്ക് ഇനി 1,00,000-ലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് തൃശ്ശൂരിൽ ഇന്ന് ഇത്ര കണ്ട് പ്രചരണം പോകുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ തന്നെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇന്നിപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന രീതിയിൽ മുസ്ലിങ്ങളെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിവെക്കാം. ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവരുടെ പൂർണ്ണമായിട്ടുള്ള വോട്ടുകൾ വരാനുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പൊ പൂഞ്ഞാറിൽ സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം പൂഞ്ഞാറിൽ ഒരു പള്ളിയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഇസ്ലാമിക ഭീകരന്മാർ ആ പള്ളിയിലെ അച്ഛനെ ഉപദ്രവിക്കുക മാത്രമല്ല അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മാത്രം ചെയ്യുക, അതിനുശേഷം ഈ പ്രതികളെ പിടികൂടുന്നതിന് പോലീസ് അലംഭാവം വരുത്തുക, അവരുടെ പേര് വിവരം പുറത്തുവിടാതിരിക്കുക, പിന്നീട് പേര് പുറത്തുവിട്ട് പക്ഷേ അവർക്കാരും രക്ഷിതാക്കളില്ല. സാധാരണ ഒരു പ്രതിയുടെ പേര് പുറത്തുവിടുമ്പോൾ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും എല്ലാ വിവരങ്ങളും എഴുതി പുറത്തുവിടുന്ന പോലീസിന് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ ആക്രമണത്തിൽ ഈ പ്രതികളുടെ വീട്ടുപേരോ അതല്ലെങ്കിൽ കൃത്യമായിട്ട് രക്ഷിതാക്കളുടെ പേരോ ഇല്ലാതിരിക്കുക. അത്തരത്തിൽ എത്രത്തോളമാണ് ഇസ്ലാമുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിൽ സത്യത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളത് നിസ്സംശയം തന്നെ നമുക്ക് പറയാനാവും. ഇനിയും അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത് മറുപടി ഉണ്ടാവുകയുള്ളൂ. ഇതിൽ തന്നെ ഹരിപ്രസാദ് പറയുന്നുണ്ട്, തൃശ്ശൂർ പൊങ്ങില്ല പൊങ്ങില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഗുരുവായൂരപ്പന്റെ സ്വന്തം ആളായിരുന്ന K കരുണാകരനെ വരെ തൃശ്ശൂരുകാർ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ചരിത്രമാണ്. തൃശ്ശൂരിന്റെ ആ ചരിത്രത്തിൽ K കരുണാകരന്റെ പേര് അത്ര തങ്ക ലിപികളാൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള പേരാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും തോൽപ്പിക്കാൻ തൃശ്ശൂരുകാർക്ക് മനക്കട്ടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ TN പ്രതാപൻ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രീണനം നടത്തുന്ന അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങി നടക്കുന്ന ഇന്നത്തെ MP അയാൾ എന്ത് ചെയ്തു ആ നാടിന് വേണ്ടി എന്നുള്ളത് നമുക്ക് ചിന്തിക്കുകയേ വേണ്ട. കാരണം അയാൾ ചെയ്തതിന്റെ എത്രയോ ഇരട്ടി സുരേഷ് ഗോപി ഇവിടെ നോമിനേറ്റഡ് MP ആയിട്ട് പോലും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല MP ആവാതെ തന്നെ അദ്ദേഹം ഈ നാട്ടിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾക്ക് സേവ ചെയ്യുന്നു. ആ രീതിയൊക്കെ എടുക്കുമ്പോൾ സുരേഷ് ഗോപി എന്തായാലും ജയിക്കും. അത്ഭുതം സംഭവിച്ചിട്ടില്ലെങ്കിൽ മാത്രം തോൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇസ്ലാമുകളെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും കേൾക്കുന്ന ആ വാർത്ത സത്യത്തിൽ ഇവിടെ ഒരു പ്രചോദനമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ അതല്ലെങ്കിൽ അഖണ്ഡമായിട്ടുള്ള ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയായി വളരുന്ന ഇവറ്റകളെ മുച്ചൂടം തീർക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നമ്മുടെ യോഗി ആദിത്യനാഥ് വര്യനെയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഇപ്പൊ മറയുകയും അതല്ലെങ്കിൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജിഹാദികളൊക്കെ വെടിയേറ്റ് മരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ നിയമത്തിന്റെ ന്യൂനതകൾ കൊണ്ട് തന്നെയാണ് അങ്ങനെ അവിടെ സംഭവിക്കുന്നത് അതല്ലെങ്കിൽ സംഭവിപ്പിക്കപ്പെടുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ഈ നിയമത്തിന്റെ ഉള്ളിലൂടെ ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ തീഹാർ ജയിലിൽ കിടക്കുന്ന ആളുകൾ ഓരോരുത്തരും പുറത്തു വന്നു കഴിഞ്ഞാൽ അതിശയം പ്രകടിപ്പിക്കാനില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന KT ജലീലിനെ പോലെ മന്ത്രിമാരായി വിലസാനും MLA ജനപ്രതിനിധികളായി നിന്നുകൊണ്ട് നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് തന്നെ വീണ്ടും കാഹളം മുഴക്കുമെന്നത് നിസ്സംശയം തന്നെ പറയണം. ഇല്ലേ ടീച്ചറെ? തീർച്ചയായിട്ടും പറയാം. കാരണം പലപ്പോഴും ബുൾഡോസർ ബാബയോട് വല്ലാത്ത രൂപത്തിൽ ഒരു ഇഷ്ടം തോന്നുകയും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുരോഗതിയിലേക്ക് കുതിക്കുന്ന എങ്ങനെ കിടന്ന UPA ആണ് ഇദ്ദേഹം നവീകരിച്ചതെന്ന് ഓർക്കണം. ഒരു MP-യുടെ ആണ് നിറയൊഴിക്കുന്നത്. ഈ രാജ്യത്തിന് ഈ നാടിന് പ്രത്യേകിച്ച് UP എന്റെ അണ്ടറിൽപ്പെട്ട നാടാണ്. ഈ നാടിന്റെ വികസനത്തിനും ഈ നാടിന്റെ നയങ്ങൾക്കും എതിരായി കാക്കിയിട്ടവൻ നിന്നാലും പച്ചയിട്ടവൻ നിന്നാലും കുറിയിട്ടവൻ നിന്നാലും ലോഹയിട്ടവൻ നിന്നാലും എനിക്കെന്റെ നാടും നിയമവും മാത്രമാണ് വലുത് എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും
യോഗി ആദിത്യനാഥിന് കഴിയുന്നതിന് മുമ്പ് ഇവര് എന്തു പറഞ്ഞാലും ഊപ്പിയിലേക്ക് നോക്കെന്ന് പറയുമായിരുന്നു. ഇപ്പം UP കേരളത്തിലേക്ക് നോക്കുന്ന പറയുന്ന കാരണം എന്താ? ചെറുതു മുതൽ വലുതുവരെ സകലമാന കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം 18 വയസ്സുള്ള ഷാഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു ഹോട്ടൽ മുതലാളിയായ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു 53-കാരനെ കഷ്ണമാക്കി ട്രോളി ബാഗിനകത്താക്കി പാലക്കാട് അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അപ്പോൾ ഇവർക്ക് ഇരയുടെ മതം പ്രധാനമാണ്, വേട്ടക്കാരന്റെ മതം പ്രധാനമാണ്, വേട്ടക്കാരന്റെ പേരുകൾ പ്രധാനമാണ്. അപ്പോ ഇവര് എന്തും ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ഇനി എലക്ഷൻ വരട്ടെ, നമ്മൾ വിചാരിക്കും ഏതാണ്ട് പിണറായിയുടെ ഭരണത്തോടെ നമ്മുടെ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകുന്നു. ഒരു കോപ്പും പഠിക്കാൻ പോകുന്നില്ല നമ്മുടെ ആൾക്കാരാ. ആ ഇലക്ഷൻ എടുക്കാൻ വരുമ്പോഴേക്കും ഒരു 10 കിലോ അരി എറിഞ്ഞു നോക്കിക്കേ, പിച്ചയെടുക്കുന്നത് പോലെ ഇവര് പോയി അത് വാങ്ങിക്കുകയും ചെയ്യും. അരിവാൾ ചുറ്റികയ്ക്ക് കുത്തിയിട്ട് വന്ന് വീണ്ടും ഇങ്ങനെ വിലപിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇത്രയും കാലവും നമ്മുടെ നാട്ടിൽ മാറി മാറി നടന്നിട്ടുള്ളതൊക്കെ. സ്വപ്ന എടുത്ത എഫേർട്ടെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇന്നും സ്വപ്ന പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ കുഴൽനാടൻ ഇത്രമാത്രം ഭീകരതയുടെ നടുവിൽ നിന്നിട്ടാണ് അവർ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. PC ജോർജ് ആണെങ്കിലും ഷോൺ ജോർജ് ആണെങ്കിലും ഇവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. കാരണം 32 52 വെട്ടുവെട്ടാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയെയാണ് ഇവര് പ്രതിരോധിക്കുന്നത്. ഇനി TN പ്രതാപന്റെ പ്രീണന നയം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മുസ്ലിങ്ങളെ പിടിക്കണമെങ്കിൽ ഇനി വരുന്നത് റമദാനാണ്, നോമ്പാണ്. അപ്പോ അതിലേക്കുകൂടി ഇദ്ദേഹം ഒരു ഡോസ് ഇടുന്നുണ്ട്. കേൾക്കാം. ഞാൻ എന്റെ ബാല്യത്തിൽ എന്റെ കൂട്ടുകാരെല്ലാവരും ഇസ്ലാം മതവിശ്വാസം. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ആത്മസുഹൃത്തുക്കളായ ഇസ്ലാം മതവിശ്വാസികളുടെ കൂടെ വിശുദ്ധ റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകലും മുഴുവൻ ഇരിക്കുമ്പോ, കൂട്ടുകാരൻ അന്യപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോ കൂടെ നടക്കുന്നവൻ അന്നപാനീയങ്ങൾ കഴിക്കുന്നത് അയ്യോ ശരിയല്ല എന്ന് എഴുത്തും വായനയും അറിയാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത വെറും ഒരു യാഥാർത്ഥ്യ കുടുംബത്തിൽ എന്റെ അമ്മയോട് പറഞ്ഞ് എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടായത് കൊണ്ട് സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ എന്താണെന്ന് അറിയാനും സാഹിബ് എന്തറിയാനും ഒത്തുള്ളി പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാനും, ആരെങ്കിലും താടി വെച്ചാൽ അത് തീവ്രവാദിയാണെന്നും ഇന്ന പേരാണെങ്കിൽ അവൻ ഭീകരവാദിയാണെന്നും പറയുന്നത് ശരിയല്ല. എന്നതിനാൽ ജീവിതത്തിൽ 2 തവണ മാത്രമേ ഞാൻ അതുകൊണ്ട് സമ്പൂർണമായും ദൈവം തമ്പുരാൻ നൽകിയ എന്റെ ഈ മുഖത്ത് കാണുന്ന രോമങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നതുകൂടി ഞാൻ വികാരത്തോടു കൂടി നാടൻ ഭാഷയിൽ പറയാൻ അവസരം ഉപയോഗിക്കുക. അവർ തന്നെയാണ് ഞാൻ എന്റെ മകന്റെ പേര് ആഷിഖ് എന്ന് പേര് ഈ നാട്ടിൽ താടി വളർത്തിയാലും മുടി വളർത്തിയാലും ഏതെങ്കിലും പ്രത്യേകപ്പെട്ട നാമം ഉണ്ടായാലും ആ നാമത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും പറയുന്ന ലോകത്തിന് മുന്നിൽ ഹേ മനുഷ്യ എന്ന സംബോധനയോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ അരുൾ ചെയ്തിരിക്കുന്നത്. അത് ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ ഭൂമിയിൽ ജനിച്ചവർക്കും ജീവിച്ചവർക്കും മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തെ എല്ലാത്തിനും വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു ശ്രമം. അതായത് ഖുർആൻ ഇറങ്ങിയത് മനുഷ്യന് വേണ്ടിയാണെന്നാ ഖുർആൻ പറയുന്നത്. അപ്പോ TN പ്രതാപൻ മനുഷ്യന് വേണ്ടി മാത്രമല്ല, കല്ലിനും മണ്ണിനും ഉറുമ്പിനും പറവകൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുവരെ കക്ഷി താടി വടിക്കാത്തത് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ താടി വേറെ വരത്തില്ല എന്ന് പേടിച്ചിട്ടോ അല്ല, മറിച്ച് മുസ്ലിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് മോൻ ആഷിഖ് എന്ന് പേരിട്ടത്. അല്ല, മുസ്ലിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ പൊന്നാനി പോയിട്ട് അറ്റം വെട്ടി തൊപ്പിയല്ലേ ഇടേണ്ടത്, മോനും അത് തന്നെയല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. അല്ല, ഇത് വെട്ടിയിട്ടുണ്ടാവും സംശയം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് തെളിവൊന്നുമില്ല വെട്ടിയിട്ടുണ്ടാവുന്നുള്ളൂ. അതെ അതെ. അപ്പോ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാവുന്നതിന്റെ സൂപ്പർലേറ്റിക് വേർഷൻ ആണിത്. കക്ഷി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ നോമ്പ്, കൂട്ടുകാരൻ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ഇയാൾ എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞല്ലോ. അല്ല, ഈ പട്ടിണിയുടെ വില അറിയാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് പിടിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാതാപിതാക്കളില്ലാത്ത വിഷമം അറിയാൻ മാതാപിതാക്കളെ കൊല്ലുവോ?
വസ്ത്രമില്ലാത്തവരുടെ പ്രയാസം അറിയാൻ നമ്മളും തുണി ഉരിഞ്ഞിട്ട് ഓടുവോ? ക്യാൻസർ പേഷ്യന്റിന്റെ വേദന അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? അനാഥമാക്കപ്പെട്ട മക്കളുടെ വേദന അറിയാൻ എന്ത് ചെയ്യും? സത്യത്തിൽ ബൈജു, ഇസ്ലാമിലെ നോമ്പി നമ്മൾ കാണുന്നത് പോലെ 15-16 മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വെച്ചിട്ട് അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കലൊന്നും അല്ല. ഒരു 5 പേരുടെ പട്ടിണി മാറ്റാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ സല്യൂട്ട് അടിക്കും. ശരിയല്ലേ? ഒരു 5 പേരുടെ പട്ടിണി ഓരോരുത്തർ വീതം മാറ്റാൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാതാകത്തില്ലേ? ഇത് നമ്മൾ തന്നെ വച്ചുണ്ടാക്കുന്നു. കുറച്ചു നേരത്തേക്ക് നമ്മൾ അതങ്ങോട്ട് ഉപേക്ഷിക്കുന്നു, നമ്മളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോ ടി.എൻ. പ്രതാപനും അങ്ങനെ ഇരുന്നെന്ന്, അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് സങ്കല്പിച്ച് എനിക്ക് നിങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിക്കണേ എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്തായാലും ശരീഅത്ത് നിയമത്തിൽ തന്നെ, ആ ശരീഅത്ത് നിയമം തന്നെ ഇവിടെ കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ അതിനോട് തുല്യതയുള്ള ഏകീകൃത നിയമം ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെയാണ് ഇവിടെ വേണ്ടത്. കയ്യിന് കൈ, കാലിന് കാല്, ഈ പറയുന്ന തലയ്ക്ക് തല, ഏത് രീതിയിലാണോ ശരീഅത്തിൽ പറയുന്നത് അതേ രീതിയിൽ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് കൂടി സുരക്ഷിതമാവുക എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇവിടെ ഇത്ര കണ്ട് ഇസ്ലാമിക ഭീകരന്മാർ പെരുകി നമുക്കറിയാം. നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി വരാൻ പോകുന്നത് വീരസവർക്കർ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള ഇവിടത്തെ ഈ മതവർഗീയവാദികൾ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഉള്ളിലുള്ള ശത്രുക്കളെ മെരുക്കാൻ നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവൻ തന്നെ നമ്മുടെ ശത്രുവാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ആ സമയം പിടിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ കണ്ടിട്ടുള്ള ചരിത്രകാരന്മാർ, നമ്മുടെ പിതാമഹന്മാർ, അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കേണ്ടത് ഈ പറയുന്ന സൗദി, ഖത്തറും ഒക്കെ നടപ്പിലാക്കുന്ന വധശിക്ഷ പോലെയുള്ള കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാവട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റു രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ ഒരു സെഷൻ തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ചെറിയ ഓക്കെ പറയൂ. സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത് പൊതു സിവിൽ കോഡാണ്. അത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ വിഷമവും. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ ഇവർക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിട്ടുള്ളത് അതെല്ലാം നടപ്പിലാക്കി കാണിച്ചു. ഒന്നും വെറും വാക്കായിരുന്നില്ല. മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുക്കൾക്കൊരു നിയമം, ക്രിസ്ത്യാനികൾക്കൊരു നിയമം, അതല്ല വേണ്ടത്. ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒരുപോലെ തുല്യരാണ്. നമ്മുടെ രാജ്യം മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വത്തെ പ്രദാനം ചെയ്യുന്ന നാടാണ്. അതുകൊണ്ട് ഈ മതേതര രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിനു മാത്രം പ്രധാനമായിട്ടും ഒരു പ്രിവിലേജും ആവശ്യമില്ല. ഇതിനെല്ലാം ഒത്തിണങ്ങി വളരെ ചുരുങ്ങിയ മറുപടി നമ്മുടെ സുരേഷ് ഗോപി സർ പറയുന്നത്. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചു. ഇതാണ് ഇദ്ദേഹം നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എല്ലാവർക്കും ക്രിമിനൽ നിയമങ്ങൾ ഒരുപോലെ ഏകീകരിച്ച സ്ഥിതിക്ക് സിവിൽ നിയമങ്ങളും ഏകീകരിക്കണം. യഥേഷ്ടം കെട്ടാനും ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാനും, അങ്ങനെ നാഥനില്ലാ കളരിയിൽ വളരുന്ന മക്കൾ നാളെ ഭീകരവാദിയും തീവ്രവാദിയും ഗുണ്ടയും ഒക്കെ ആയി മാറാനും, അനാഥാലയങ്ങളിൽ ഒടുക്കപ്പെട്ട ബാല്യങ്ങളാകാതിരിക്കാനും വേണ്ടത് കൃത്യമായ രൂപത്തിൽ ട്രെയിനിങ്ങോടുകൂടി മാതാപിതാക്കൾ വളർത്തുന്ന മക്കളാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി ഒരു കിളിന്തിനെ കാണുമ്പോൾ വീട്ടിലുള്ളവൾ അത്ര പോരാ എന്ന് തോന്നി ഒഴിവാക്കി പോകാൻ പറ്റില്ല. ഇഷ്ടംപോലെ കെട്ടാനും വാഴിക്കാൻ. നമ്മുടെ അലിയാർ കാസിമി ഉണ്ട്, ഒരു വീഡിയോയിൽ പറയുന്നു, നമ്മുടെ സർക്കാരിന് പുതിയ നിയമം വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അതായത് 21 ആകണം പോലും വയസ്സ് കെട്ടിക്കാൻ, മൂക്കണം പോലും. ആലോചിക്കണം. മുസ്ലിം കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കുറിച്ച് ആ മാതാപിതാക്കൾക്ക് പോലും ഇല്ലാത്ത കരുതലാണ് ഭരണാധികാരിയായ നരേന്ദ്രമോദിക്കുള്ളത്. പെൺകുട്ടികൾ അവരുടെ വീടുകളിൽ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, അവരെ നിരാലംബയായി നിസ്സഹായരായി തന്തയില്ലാത്ത മക്കളെയും വളർത്തി തൊലാക്ക് ചെയ്യപ്പെട്ടു വീടുകളിൽ വന്നിരിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് സ്വയം പര്യാപ്തത വേണം, അവര് ഫിനാൻഷ്യലി ഫ്രീഡം നേടണം, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകത്തക്ക രൂപത്തിൽ പ്രായവും പക്വതയും
അനുഭവ സമ്പത്തും ഉണ്ടായിട്ടും മതി പെൺകുട്ടികൾ വിവാഹിതരാകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മറ്റെല്ലാ മതസ്ഥരും അതേ സെൻസിൽ അതിനെ എടുത്തപ്പോൾ ഇവർക്ക് മൂത്തില്ല പോലും. ബൈജു, ഞാൻ ഒരു കാര്യവും കൂടി പറയാം. നമ്മൾ ഇനിയും സമീപ ഭാവിയിൽ കാണാൻ പോകുന്നത് LKG UKG. ഇപ്പൊ നമ്മുടെ ശിവനെണ്ണം വന്നിട്ട് 5 വയസ്സ് മതി 1ാം ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. LKG UKG 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പച്ചക്കൊടിയും പിടിച്ച് പച്ച മുട്ടാക്കുമിട്ട് അതല്ലെങ്കിൽ കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി നിന്ന് നമ്മുടെ നാട്ടിൽ വലിയ ഒരു ധർണയ്ക്ക് ഉടനെ തന്നെ സാക്ഷ്യം. അവര് വിളിക്കുന്ന മുദ്രാവാക്യം ഇതായിരിക്കും: 6ാമത്തെ വയസ്സിൽ ഭാര്യയാകാനുള്ള ഞങ്ങളുടെ അവകാശത്തെ തടസ്സപ്പെടുത്താൻ നരേന്ദ്രമോദി സർക്കാർ ആരാണ്? ഞങ്ങളുടെ പ്രവാചകന്റെ പ്രിയ പത്നിയായ ആയിഷ, പ്രവാചകൻ 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുകാരിയായ ആയിഷയ്ക്ക് ഭാര്യയാകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കാകാൻ പാടില്ല എന്ന് LKG കുട്ടികളും UKG കുട്ടികളും പൊതുനിരത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന സമയം അതിക്രമിച്ചിട്ടില്ല. യെസ്, എന്തായാലും അതൊന്നും കാണാനുള്ള യോഗം ഉണ്ടാവാതിരിക്കട്ടെ, വിധിയില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ സാധ്യമായിട്ടുള്ളൂ. കാരണം അത്തരം തരത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിതിഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സെഷൻ ഗംഭീരമായി തന്നെ ഈ ചൊറിയാതെ വയ്യ പൂർത്തീകരിക്കാനായി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഇനി നാളെ ഒരു ഗംഭീര വിഷയവുമായി കറക്റ്റ് ടൈം കൃത്യം സമയം 8 മണിക്ക് തന്നെ വീണ്ടും നമ്മൾ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമുമായി വരും. അതുവരെ നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം, ചായ്.